മോളെ, എല്ലാ പെൺകുട്ടികളുടെയും ജീവിതത്തിൽ വരുന്ന ഒരു ദിവസം തന്നെ ഇത്. അതുകൊണ്ട് നീ വെറുതെ ടെൻഷൻ ആകണ്ട, എല്ലാം നന്നായി തന്നെ വരും. നീ തൽക്കാലം വീട്ടിൽ നിന്നും പോകുന്നല്ലേ ഉള്ളൂ, ഞങ്ങളുടെ മനസ്സിൽ നിന്നും പോകില്ലല്ലോ, അല്ലേ? നോക്ക്, ഇവിടെ വേഷം കെട്ടെടുത്താണ്ടല്ലോ, ഇവിടെ നടക്കുന്നതിനോട് സഹകരിക്കുന്നതാണ് നിനക്ക് നല്ലത്. ഇവിടെ ആര് എന്തൊക്കെ പറയുന്നോ അത് പുഞ്ചിരിയോടുകൂടി അനുസരിക്കാൻ നോക്കിക്കോ. അതായിരിക്കും നമ്മുടെ കുടുംബത്തിലെ എല്ലാവർക്കും നല്ലത്, മനസ്സിലായോ? ചെല്ല് ചെല്ലു മോളെ, ധൈര്യമായിട്ട് ചെല്ല്. വരൂ, നടക്കൂ. ആ ആ അങ്ങനെ വരൂ. ഇരിക്കും മോളെ, ഇരിക്കുക. എല്ലാം നന്നായിട്ട് നടക്കും. സർ, എൻ്റെ വല്യമ്മയുടെ കാലിൻ്റെ ഒരു ഓപ്പറേഷന്. ശിക്ഷ കിട്ടിയതും കിട്ടി, അത് സ്വന്തം അച്ഛന്റെ കയ്യിൽ നിന്ന് തന്നെ. എന്തൊരു കുറുക്കന്റെ ബുദ്ധി അയാൾ കാണിച്ചത്. നിന്നെ സ്നേഹിച്ചിരുന്ന ചെറുക്കൻ അവൻ തന്നെ നിന്നെ വേണ്ടാന്ന് പറഞ്ഞു പോയില്ലേ? ഇനിയോ നിന്റെ അച്ഛന്റെ ഇഷ്ടം അനുസരിച്ച് കല്യാണം കഴിച്ച് ആ രാഷ്ട്രീയക്കാരന്റെ വീട്ടിലെ അടിമയെ പോലെ കഴിയാനാ നിന്റെ വിധി. മോളെ, കൈ നീട്ട് മോളെ. ഞാനാ നിന്റെ വിധി നിർണയിക്കുന്നത്, ഈ ഞാൻ. എനിക്ക് കല്യാണത്തിന് താല്പര്യമില്ല. എന്താ ഈ പറയുന്നേ? മറ്റൊരാളെ മനസ്സിൽ വെച്ചുകൊണ്ട് വേറൊരാളുടെ കൂടെ ജീവിക്കാൻ എനിക്ക് കഴിയില്ല. ഞാൻ ഈ കല്യാണത്തിന് ഒരുക്കമല്ല, കാരണം എനിക്ക് വേറൊരാളെ ഇഷ്ടമാണ്. ഞാൻ നിങ്ങളോട് എല്ലാം മാപ്പ് പറയാ. എനിക്ക് നിങ്ങൾ ആരെയും ചതിക്കാൻ വയ്യ. അതുകൊണ്ട് പ്ലീസ് പ്ലീസ് എല്ലാവരും ഇവിടെ നിന്ന് പോയി തരണം. ഇത് കൊള്ളാലോ, നിറം വെളുത്തതാണെങ്കിലും ഉള്ളു മുഴുവൻ കറുപ്പാണല്ലോ. എന്തായാലും നിന്റെ ഈ സ്വഭാവം കല്യാണത്തിന് ശേഷം കാണിക്കാതെ മുമ്പേ കാണിച്ച നന്നായി. പിന്നെ നിങ്ങളോട് കൊച്ചുമൾക്ക് ഇത്ര നീളമുള്ള നാവ് കൊടുത്തു, അതിനോടൊപ്പം സംസ്കാരവും കൊടുക്കാമായിരുന്നു. നോക്കൂ, അവള് കൊച്ചു കുട്ടിയാ. നമുക്കൊന്നിരുന്ന് സംസാരിച്ചൂടെ? വേണ്ട, ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിലേക്ക് വേണ്ടത് മരുമകളെയാ, ചലിക്കുന്ന പാവയല്ല. മറ്റൊന്നും വിചാരിക്കരുത്. കൊള്ളാം ഗുലാബ് സിംഗ് സാറേ, കൊള്ളാം. ഞങ്ങളുടെ ഭാഗ്യത്തിന് കൃത്യസമയത്ത് ആ കൊച്ചു വാ തുറന്നത്. അല്ലെങ്കിലേ ഞങ്ങൾക്ക് തല പുറത്തിട്ട് നടക്കാൻ പറ്റില്ലായിരുന്നു. എല്ലാരും വന്നേ, ഇനി ഈ കല്യാണം നടക്കില്ല. വരൂ. നോക്കൂ പുരുഷോത്തമ സാറേ, ഞാനത് പറഞ്ഞോട്ടെ. ഒരു രാഷ്ട്രീയ നേതാവായി വാഴാമെന്നുള്ള നിങ്ങളുടെ സ്വപ്നം ഉണ്ടല്ലോ, അതങ്ങ് വാങ്ങിവെച്ചേ. ഇനി ഒരിക്കൽ പോലും നിങ്ങൾ എന്റെ കണ്ണു മുന്നിൽ പോലും കണ്ടുപോരുത്. കണ്ടാൽ അത് തന്റെ നാശത്തിനായിരിക്കും. നടക്ക്.
അങ്ങനെ ഒടുവിൽ നിന്റെ അമ്മയുടെ വൃത്തികെട്ട ചോര ആ സ്വഭാവം കാണിക്കുന്നു ചെയ്തു അല്ലേ? എല്ലാം നശിപ്പിച്ച് കുളം തോണ്ടിയപ്പോ നിനക്ക് സമാധാനമായി അല്ലേ? നീയൊക്കെ എന്തിനാ? അമ്മേ, അച്ഛാ, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതൊന്നും എന്റെ മനസ്സ് അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല. ഇപ്പോഴും എന്റെ മനസ്സ് പറയുന്നത് നിങ്ങൾ ഒരു നല്ല അച്ഛനാണെന്ന്. എന്നിട്ടും എന്തിനാ അച്ഛാ രോഹൻ എന്നിൽ നിന്ന് അകറ്റി എന്നെ ഇങ്ങനെ വേദനിപ്പിക്കാൻ ശ്രമിക്കുന്നത്? അച്ഛാ, ദയവായി രോഹനെ വിട്ടേക്കൂ. എനിക്ക് വേറെ ആരെയും വിവാഹം കഴിക്കാൻ കഴിയില്ല. അച്ഛാ പ്ലീസ്, പ്ലീസ് അച്ഛാ. ഇനി നിനക്ക് എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് നീ കണ്ടറിഞ്ഞു. അത് എന്താണെന്ന് നിനക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല. നിന്റെ വിവാഹം വളരെ നല്ലൊരു കുടുംബത്തിൽ നമ്മുടെ പാരമ്പര്യത്തിനനുസരിച്ച് നടക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് അതുപോലെ തന്നെ നടക്കും. നീ കണ്ടോ, ഞാനാണ് ഇവിടെ എല്ലാവരുടെയും വിധി നിർണയിക്കുന്നത്. കാരണം ഞാനാ നിങ്ങളുടെ എല്ലാവരുടെയും വിധികർത്താവ്. നോക്കുമോളെ, ഇപ്പോഴും കാര്യങ്ങൾ കൈവിട്ടു പോയിട്ടില്ല. നമുക്ക് അവരുടെ വീട്ടിൽ ചെന്ന് അവരുടെ കാലി വീഴുന്ന മാപ്പ് ചോദിക്കാം. എന്താ? വാ വാ. ഇല്ല അച്ഛാ, ദയവായി ഇതൊന്ന് നിർത്താവോ പ്ലീസ്? നിങ്ങൾ എന്റെ അച്ഛനാണ്, ബ്രഹ്മാവല്ല. അച്ഛന്റെ ഈ തീരുമാനം അനുസരിക്കാൻ ഞാൻ ഒരു കാരണവശാലും തയ്യാറാവില്ല. പക്ഷെ ഒരു കാര്യം നീ ഓർമ്മ വെച്ചോ, അമ്മയുടെ സ്നേഹത്തിൽ എത്രമാത്രം സത്യമുണ്ടോ അതേപോലെ ഞാൻ ഈ പറയുന്ന വാക്കിലും സത്യം ഉണ്ടാവും. എന്റെ മോൾ അങ്ങനെ ഒരു കല്യാണം കഴിക്കില്ല. പറഞ്ഞോ ഏട്ടാ, ഡോക്ടർ വന്ന് പൈസയുടെ കാര്യം ചോദിച്ചിട്ട് പോയി. അവര് പറയുന്നത് ഓപ്പറേഷൻ എത്രയും ലേറ്റ് ആവുന്നോ അത്രയും കാൽമുട്ടിന്റെ കാര്യം പ്രശ്നമാവുന്ന. പൈസയുടെ കാര്യം എന്തെങ്കിലും റെഡിയായോ? ഞാൻ നോക്കട്ടെ. ഞാൻ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്താം. നീ ടെൻഷൻ ആവണ്ട. ഓക്കെ. ഇവിടെ ഓൾറെഡി ഇത്രയും പ്രശ്നങ്ങൾ നടക്കുമ്പോൾ ഞാൻ സാറിനോട് ക്യാഷ് ചോദിക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല. വേറെ എന്തെങ്കിലും ചെയ്യേണ്ടി വരുമല്ലോ. എന്ത് ചെയ്യും? സാർ, അത് നിനക്ക് ആവശ്യം പണമല്ലേ? പറ, നിനക്ക് ആവശ്യം പണമല്ലേ? അത് ഇപ്പൊ തന്നെ നിനക്ക് കൈയോടെ കിട്ടും, അതും ഇവിടെ വെച്ച്. പക്ഷെ അതിന് പകരമായിട്ട് നീ ഇഷയെ വിവാഹം കഴിക്കേണ്ടതായി വരും. അതും ഇപ്പോൾ ഈ നിമിഷം. സാർ, അത് അനുരാഗ് എങ്ങനെയെങ്കിലും അച്ഛനെ തടയാൻ നോക്കൂ പ്ലീസ്. അച്ഛാ, നിങ്ങൾ എന്തായി പറയുന്നത്? ഇഷയും ഇവൻ നീ എന്നെ നിന്റെ വിധികർത്താവായി സ്വീകരിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? എന്നാ നോക്കിക്കോ, നിന്റെ ജീവിതത്തിൽ ദുരിതം നിറഞ്ഞൊരു വിധിയാണ് ഞാൻ തരാൻ പോകുന്നത്. അതിൽ നിന്നും രക്ഷപ്പെട്ടു പോകാൻ നിനക്ക് ഒരിക്കലും പറ്റില്ല. എന്റെ അഭിമാനം കൊണ്ടല്ലേ നീ കളിച്ചത്. എന്നാൽ ഞാൻ ഇനി നിന്റെ ജീവിതം കൊണ്ടാ കളിക്കാൻ പോകുന്നത്.
നിനക്കത് അനുസരിക്കാതെ വഴിയില്ല. കാരണം നിങ്ങളുടെയൊക്കെ വിധി നിർണയിക്കുന്നത് ഞാനാ. ഈ ഞാൻ ഇല്ല, അച്ഛൻ എന്നോട് അങ്ങനെ ചെയ്യാൻ സാധിക്കില്ല. ഇല്ല അച്ഛാ, നിങ്ങൾക്ക് ഒരിക്കലും അങ്ങനെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അച്ഛാ 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 അച്ഛാ